നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ 2 കോഴിമുട്ട വെച്ച് നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് 4 മണിക്ക് പിള്ളേർക്കെല്ലാം കഴിക്കാൻ കൊടുക്കാവുന്ന നല്ല അടിപൊളി ഒരു സ്നാക്സ് വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ചെറിയൊരു കഷ്ണം ക്യാബേജാണ്, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് കട്ടി നീളത്തിൽ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു വലിയ സവാളയുടെ പകുതി, ഒരു കഷ്ണം ഇഞ്ചി ഇതുകൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ശകലം കറിവേപ്പിലയും കൂടെ. നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനൊക്കെ എടുത്ത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കല്പം സൺഫ്ലവർ പാം ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചിയും കൂടെ ചേർക്കണം. ഒരു മിനിറ്റ് ഒന്ന് വാടിയ ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം സാധനം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, കറിവേപ്പില. പിന്നെ എരിവിന് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളകും ചേർക്കാനാണ്. ഞാനിപ്പോൾ എരിവ് കുറച്ചാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി വരാം. ടീസ്പൂൺ അളവിൽ പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. വാടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്. കുരുമുളക് പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂണോളം നമ്മൾ ചേർക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്താണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകോ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ എരിവ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. മുട്ട ഇതിലോട്ട് ഈ ബോളിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടത്തിലോട്ട് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ ഓട്സ് പൊടിച്ച് വെച്ചാണ് ഒരു 3 സ്പൂണോളം ഓട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂണോളം ഗോതമ്പ് പൊടിയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യും. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കും. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിരത്തി തീ ഒരു മീഡിയം ഇതിൽ തീ വെക്കാവും. മൂടി വെച്ച് നമുക്ക് തീ കുറച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിടാം. ഒരു സൈഡൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. തീ നമുക്ക് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുക്കാം. തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.